അന്നക്കുട്ടി ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ. അല്ല ആണോ? എന്നാലേ ഞാൻ ചേട്ടാന്ന് വിളിക്കില്ല. കണക്കായിപ്പോയി. നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഞാൻ 3 വയസ്സുള്ളപ്പോ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തയാ. എനിക്ക് ബാത്റൂം ക്ലീനറൊക്കെ ഓർമ്മ വരുന്നില്ല. തെർമോക്കോള് ഇരിക്കുന്നുണ്ട്. തെർമോക്കോള് കഴിച്ചു നോക്കിയിട്ടല്ലോ. എന്റെ പൊന്നെ പല്ല് പോടി ഞാൻ. ഹലോ എല്ലാവരും എന്തെടുക്കണു? നമ്മുടെ ചാനൽ കുറേ നാൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രത്യേകത. എന്താണ് കുട്ടി എന്റെ ചാനലിൽ വന്നപ്പോഴേക്കും പറയാനുള്ളത്? എന്റെ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്ത് പറയാൻ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല. പറയാനും ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ വീഡിയോയിലുണ്ട്, അത് കാണും. ഒരു വർഷമൊക്കെ ഉണ്ടാവും. ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ഇരുന്ന് വീഡിയോ ചെയ്യണേ. പിന്നെ നമ്മൾ പുതിയ സ്റ്റുഡിയോ അല്ല. ഒരാളുടെ കുറെ ആഗ്രഹമായിരുന്നു പഴയ സ്പേസിൽ നിന്ന് മാറാൻ. അങ്ങനെ ഭയങ്കര കൺവീനിയന്റ് ആയി. അപ്പൊ നമുക്ക് പുതിയ സ്പേസിലാണ്. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിയാൻ കുറച്ച് സമയം എടുത്തു. അതാണ് ഇവിടുത്തെ ഇപ്പൊ ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഒക്കെ എനിക്കിങ്ങനെ ഭയങ്കര സുഖമായി. അതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് എന്റെ മുഖത്ത് കാണുന്നില്ലേ? നമുക്കിപ്പോ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണ്ട്. എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നോണ്ട് ഞാൻ വീഡിയോ ചെയ്യാം. വീഡിയോസ് എനിക്ക് ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോ എന്തുകൊണ്ടോ എനിക്കൊരു സന്തോഷമുണ്ട്. അത് അത്ര നല്ലതല്ല. വീഡിയോ ഇടാതെ കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് സന്തോഷം വരാതിരിക്കും. ഭയങ്കര എഡിറ്റിംഗ് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ സ്പേസ് അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ എപ്പോഴും പോകുമ്പോഴത്തേക്ക് രാത്രി 10 മണി വരെയൊക്കെ ഇരുന്ന് അങ്ങ് എഡിറ്റ് ചെയ്ത് കളയുന്നേ. അത് തന്നെ. ഏതെങ്കിലും കമ്പനിയിൽ നല്ല ജോലിക്കാരെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ഇത്രയും പണിയെടുക്കുന്ന ഒരു സ്റ്റാഫിനെ കിട്ടാൻ പാടാണ്. അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫൺ വീഡിയോ ആണ് കേട്ടോ. ഫൺ ഒരു ചലഞ്ച് കൈൻഡ് ഓഫ് വീഡിയോ. എനിക്ക് നമ്മുടെ ചാനലിൽ ചലഞ്ചുകളൊക്കെ ഫണ്ണ് വരുത്താൻ വേണ്ടി ഞാൻ എന്റെ സ്പെഷ്യൽ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷമായിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ മേടിച്ചിട്ട് കാണിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ചധികം സ്നാക്സ് ഐറ്റംസ് ആണ് മേടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ആമസോണിൽ നിന്ന് പുള്ളിക്കാരൻ ഒരു ഡെലിവറി പുള്ളി വന്നിട്ട് ലേസ് അല്ലേ അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ആമസോണിൽ നിന്ന് ഇങ്ങനത്തെ സാധനം തെറ്റിക്കൊണ്ടുവന്നെയാണ്. അതേപോലെ നമുക്ക് ആമസോണിൽ ഇതൊക്കെ കാണിക്കോ? മീനൊക്കെ ഉണ്ടോ? മീൻ മേടിക്കാം, ചിക്കൻ മേടിക്കാം, വെജിറ്റബിൾസ് മേടിക്കാം, പരിപ്പ്, സാമ്പാർ. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫർ ഉണ്ടോ? മീനൊക്കെ ചുമ്മാ ഉണ്ടാവുമായിരിക്കും ആമസോണിന്റെ അല്ലേ. അപ്പൊ ഞാൻ കുറേ ഐറ്റംസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. കുറേ സ്നാക്സ് ഐറ്റംസ്. അപ്പൊ ഈ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇന്ന് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാണ്, റേറ്റ് ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ആമസോൺ ഐറ്റംസ് ആണ്. ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് റേറ്റ് ചെയ്യാം. നിങ്ങളിൽ കുറേ പേര് സ്നാക്സ് കഴിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അവർക്കൊരു സ്നാക്സ് കഴിച്ച് വയറ് കേടാക്കാൻ നമ്മളെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഇതൊന്നും അത്ര നല്ലുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യാം. നാളെ അറിയാം വയറിന്റെ കാര്യം എന്താണെന്നുള്ളത്. നല്ലതാ. കുറച്ചൊക്കെ കഴിക്കുന്നല്ലേ. നമ്മള് മധുരം കഴിക്കുമ്പോ ഈ മധുരം കൂടി മിക്സ് ആവും. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോ പരീക്ഷ ഒന്നും അല്ലല്ലോ, ജസ്റ്റ് രസത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്താലോ? ഓരോരോ ഐറ്റംസ് ആയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഇതിനകത്ത് ഏതാ ആദ്യം ട്രൈ ചെയ്യണ്ടേ? ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ബിസ്ക്കറ്റ് മറ്റേ സ്ഥിരം കഴിക്കുമായിരുന്നു ബിസ്ക്കറ്റൊക്കെ. പക്ഷെ ഇപ്പൊ കുറെ നാളെ ഇങ്ങനെ ലേസ് ഇങ്ങനത്തെ ഐറ്റം ഒന്നും കഴിക്കൂല. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചു വെച്ച ലഡു എടുത്ത് നിന്നിട്ടാണ് പറയണത്. ബേക്കറി കുറച്ചൊക്കെ കഴിക്കാം, അല്ലാതെ ഇങ്ങനത്തെ ലിറ്റിൽ ഹാർട്ട് നെസ്റ്റ് ഉള്ളതാട്ടോ. പലർക്കും നെസ്റ്റ് ഉള്ളതാ. മറ്റേ ചെറുപ്പക്കാരിയാന്നാ വിചാരം. നല്ല പ്രായമുണ്ട് കേട്ടോ. നമ്മളൊന്നും അധികം പ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല പ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് പേർക്ക് നെസ്റ്റ് ഉള്ളതായിരിക്കും ലിറ്റിൽ ഹാർട്ട്സ്. കണ്ടപ്പോഴേക്ക് ഞാൻ വിചാരിച്ച് ഇത് കഴിച്ച് കാണത്തില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നെസ്റ്റ് ഉള്ള സാധനം തന്നെ നമുക്ക് ആദ്യം കഴിക്കാം. ഭയങ്കര രസം, എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ ഇത് എനിക്ക് അത്ര കണ്ട് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഭയങ്കര ഓൾഡ് ജനറേഷൻ ആയിരിക്കും. ഷുഗർ കോട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇങ്ങനെ വിതറിയേക്കും. പിന്നെ കൂടുതൽ എയർ ആയിരിക്കും. ഓക്കെ, തുറക്ക് ലിറ്റിൽ ഹാർട്ട്സ്.
തന്നോളൂ, ഞാൻ കഴിച്ചോളാം. പഴയ ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഇത് അത് തന്നെയല്ലേ, പക്ഷെ ഇതിപ്പോ ഷോപ്പുകളിലൊക്കെ ഉണ്ടോ എനിക്കറിഞ്ഞു. ഇടയ്ക്ക് കുറെ കാലം കിട്ടാനില്ല. ഡേറ്റ് കഴിഞ്ഞതാണോ? ഇടയ്ക്ക് കുറെ കാലം ഇല്ല, 2025 വരെ ഡേറ്റ് ഉണ്ട്. ഇടയ്ക്ക് കുറെ കാലം ഇത് കിട്ടാനില്ലായിരുന്നു. നോക്കട്ടെ. പഴയ ടേസ്റ്റ് തന്നെയാണോ? ഇനി അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കേട്ടോ, ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ്. ഇതിന് അടിപൊളി റിവ്യൂസ് ഒക്കെയാണ് കേട്ടോ. ഇത് റൈസ് ക്രാക്കേഴ്സ്. എനിക്ക് ക്രാക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കടിക്കുമ്പോ അങ്ങനത്തെ കറുമുറ സാധനം. ഇത് അതേപോലത്തെ ഒരു സാധനമാണ്. എളുപ്പമാർഗം ഇതെല്ലാം ഇവിടെ ഹോളുണ്ട് ഇത് പൊട്ടിക്കാൻ. ഇങ്ങനെ പിടിക്കുക, ഇത് പ്രത്യേകം പാക്കറ്റ്സിലാട്ടോ. ഇത് അടിപൊളിയല്ലേ. ഇതാകുമ്പോ ഇങ്ങനെ തണുത്തു പോകത്തില്ല. ഓരോരോ പാക്കറ്റുകളിലാക്കിയിട്ടാണ് ഇത് വരുന്നത്. ഈ ലിറ്റിൽ ഹാർട്സ് ഒക്കെ ഇപ്പോഴും കടയിൽ കിട്ടുന്നുണ്ടോന്ന് കമന്റ് ചെയ്യും. ഞാനിവിടെ എങ്ങനെ ഇപ്പൊ വീണ്ടും ഒരിടയ്ക്ക് കിട്ടത്തില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് സ്ഥിരം മേടിക്കുമായിരുന്നു ഞങ്ങള്. ഒരുപാട് മുന്നേ. ഏകദേശം കുറെ കാലം ഇത് അധികം കാണാതെ ആയിട്ടാണ് എൻ്റെ ഒരു ഒരിടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷം മുമ്പ്. അങ്ങനെയൊന്നും പറയാം, എന്നാലും ഒരു 10-15 വർഷമായി. ഇത് നമ്മുടെ മറ്റേ സാധനമൊക്കെ പൊതിഞ്ഞ പോലെ ഉണ്ടല്ലേ. ഡിസ്നി അല്ലല്ല, ഡാർക്ക് ഫാന്റസി അല്ലേ. ഡാർക്ക് ഫാന്റസി ഒക്കെ തരണ പോലെ ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൊറിയൻ ഐറ്റം ആണ് കേട്ടോ. കൊറിയൻ ശരിയാ, നമുക്കൊരു കത്തിരി എടുത്ത് വെക്കായിരുന്നു. അതല്ലേ ഞാൻ ആദ്യം എന്റെ പല്ല് എന്തിനാ മുത്തേ പിന്നെ എന്റെ പല്ല് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. ഈ ചീള് കേസിലൊന്നും എന്റെ പല്ല് ഞാൻ നശിപ്പിക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ സിസേഴ്സ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. പൊട്ടിച്ചു കഴിഞ്ഞോ? അന്ന് അതിൽ നിന്ന് തന്നെ ഞാനും കഴിച്ചാലോ? നല്ലായിരിക്കും, വേറെ വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടുപേരും പപ്പാതി എടുത്ത് കഴിക്കും. മോഹൻലാൽ പറയുന്നില്ല എത്ര മനോഹരമായ ആചാരങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ചലഞ്ച് വെക്കാം. എങ്ങനെയാ? അയ്യോ, ഇതിന്റെ ഷേപ്പ് എങ്ങനെയാന്ന് കാണിക്കാനില്ലല്ലോ. ഇത് റൗണ്ട് ആണ് കേട്ടോ, പക്ഷെ പൊടിഞ്ഞു പോകുന്നത്. ഇച്ചിരി വലിപ്പമുള്ള നമ്മുടെ പത്തിരി ഇല്ലേ, മറ്റേ പൊരിച്ച പത്തിരി. എനിക്കിത് കണ്ടപ്പോ പെട്ടെന്ന് മറ്റേ പറമ്പിലൊക്കെ കിട്ടുന്ന പൊരിയുടെ മണം. ഞാൻ കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റ്. ഐ മീൻ മധുരമുള്ള ഒരു പൊരി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, പക്ഷേ അതിന് മധുരമില്ല. അങ്ങനെ ഇത് മധുരമുള്ള കൊള്ളാല്ലേ. ശരിക്കും നന്നായിട്ടുണ്ട്. വെറുതെ ഇതിന് ഇത്ര റേറ്റിംഗ് ഉള്ളത്. സ്ഥിരം മേടിക്കാൻ നിൽക്കണ്ട. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മേടിച്ചു വെക്കാട്ടോ. നല്ല ഇങ്ങനെ എനിക്കിങ്ങനെ ഇഷ്ടമാണ് കറുമുറ. തിയേറ്ററിലൊക്കെ പോയിരിക്കുമ്പോ അല്ലേ. ASMR വേണമായിരുന്നു. നെക്സ്റ്റ് കഴിച്ചത് കഴിച്ചാൽ മാറ്റി വയ്ക്കും, താഴോട്ട് വയ്ക്കാം. ഇനി അടുത്തത് ഒരേപോലത്തെ 2 വന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്കറിയില്ല എന്താണ് 2 അങ്ങനെ വന്നതെന്ന്. 2 കളറാ, പക്ഷെ ഒരേപോലെ തന്നെ ഉണ്ട്. ഇത് ഒരേപോലെ, ഇത് ഒരേപോലെ. ബ്രൗൺ റൈസ് കേക്ക്. ഇത് വോൾ ഗ്രെയിനും അതെന്തുവാ, അതും വോൾ ഗ്രെയിനാ. പിന്നെ ഇത് 2 കളർ. മൾട്ടിഗ്രെയിൻ അൺസോൾട്ടഡ്, ഓൾ നാച്ചുറൽസ് അൺസോൾട്ടഡ്. എടാ, അൺസോൾട്ടഡ് എന്ന് പറഞ്ഞാൽ മധുരമില്ലാത്തതല്ലേ? ഉപ്പില്ലാത്തത്. ഉപ്പില്ലാത്തല്ലേ? ഒരെണ്ണം തുറക്കാം അല്ലേ? ഒരെണ്ണം തുറന്നോ. ഡയറ്റ് ഫ്രണ്ട്ലി ആണ്, ലോ ഫാറ്റ് ആണ്, 30 കിലോ കാലറി പെർ കേക്ക്, ഹൈ ഫൈബർ. ചിലപ്പോൾ മധുരം ഉണ്ടാവുമായിരിക്കും. ഇത് നമ്മുടെ കപ്പലിന്റെ മിഠായി പോലെയാണല്ലോ, സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഒളിച്ചു കണ്ട്. ഇത് 2 നമുക്ക് തുറന്നു നോക്കാം, എന്താ വ്യത്യാസമുള്ളത് നോക്കാലോ. ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് കേട്ടോ. എവിടുന്നാ കിട്ടിയത് ഇങ്ങനെ ഇത്ര സാധനങ്ങൾ? ചുമ്മാ അടിച്ചു നോക്കി. ചുമ്മാ സ്നാക്സ് അടിച്ചു നോക്കി. ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് ഓപ്ഷൻ അതിനകത്ത് സെലക്ട് ചെയ്യാം. അപ്പൊ ബെസ്റ്റ് സെല്ലിംഗ് ബിസ്ക്കറ്റ്സ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണോ? എല്ലാ ബിസ്ക്കറ്റും അവൈലബിൾ ആണ്. അതല്ലേ ഡെലിവറി ടൈം. ഇത് എനിക്ക് തോന്നുന്നു ഒക്കെ മറ്റേ ഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് അങ്ങോട്ടോ. അപ്പൊ ഇത് അടുത്ത ദിവസം വരും. ഇത് ഓപ്പൺ ആയില്ലല്ലോ. ഇത് വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വെച്ചപ്പോ ഞാൻ വെച്ച് അതളക്കുമ്പോഴത്തേക്ക് സാധനം സെറ്റ് ആവുന്നു. എന്നിട്ട് പിന്നെ നമ്മള് ഓപ്പൺ ചെയ്യാണ്. ഇതും ഒക്കെ പൊരിയുടെ പോലെ തന്നെയാണ്. ഇത് മൊത്തം പൊരി ഐറ്റം ആണല്ലോ. കാണാൻ ഒരേപോലെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, അതിനകത്ത് എന്തോ സാധനം കിടപ്പുണ്ട്. അതിലെന്തൊക്കെയോ, ഇതിലൊന്നുമില്ല.
ഇതിൽ കുറച്ചൊരു മഞ്ഞ കളർ കാണുന്ന വീഡിയോ കാണുന്നതെന്ന് അറിയാം. എനിക്ക് ചോറ് ഒട്ടി പിടിച്ചിരിക്കണോ? അല്ല ചോറല്ല, റൈസ് കേക്ക് തന്നെയാണ് അത്. അല്ല ഇതേപോലെ സാധനം നമ്മൾക്ക് അറിയാം. ഇത് ഇങ്ങനെ തിന്നണോ? അല്ല ഒരു മിനിറ്റ്, ഇനി വല്ല വറുത്ത് തിന്നണോ? ഇത് പച്ചയെല്ലാം കൂടെ തിന്നിട്ട് ഈ മണം ഭയങ്കര ഒരു നമുക്കറിയാം. കഞ്ഞിവെള്ളം. അന്ന് വേറെ മണമാണ്. ഓട്സ് മണമല്ലേ ഇത്? അന്റെ ഓട്സിന്റെ മണം. ഇത് കഞ്ഞിവെള്ളത്തിന്റെ മണമാണ്. അത് വേറെ മണം. കഞ്ഞിവെള്ളം. അത് ഇതെന്താ ഓട്സ് ആണെന്ന് എഴുതിണ്ടോ? ഇത് മൾട്ടിഗ്രെയിനും ഇത് ഓൾ നാച്ചുറൽസും. ഇത് ചുമ്മാ കഴിക്കുന്നതാണോ? 0 ആഡഡ് ഷുഗർ, 0 ആഡഡ് സോൾട്ട്, 0 ആഡഡ് ഫാറ്റ്. ഇതിലും അങ്ങനെയൊക്കെ ലോ ഫാറ്റ്, ഡയറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ കഴിക്കണ്ടേന്ന് നോക്ക്. എടാ ഇത് വെറുതെ തിന്നായിരിക്കും. ക്രിസ്പി ലൈറ്റ് ഞാൻ കഴിച്ചു നോക്കാം. ഇത് തെർമോക്കോളും ഇരിക്കുന്നുണ്ട്. തെർമോക്കോൾ കഴിച്ചു നോക്കിയിട്ടല്ലോ, പക്ഷേ ശരി തെർമോക്കോളിന്റെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒട്ടും എനിക്ക് തോന്നുന്നു മറ്റേ മൾട്ടിഗ്രെയിൻ ബ്രെഡൊക്കെ പോലെയാന്ന് തോന്നുന്നു. ഇത് ശരിക്കും തെർമോക്കോൾ അടിക്കണമെന്ന് ചോദിക്കുന്നു. അതിനകത്ത് ഇച്ചിരി എന്തൊക്കെയോ കടിക്കാൻ കിട്ടുന്നുണ്ട്, അതുപോലും ഇല്ല. ഇതെങ്ങനെ കഴിക്കും ആൾക്കാര്? എനിക്ക് ഇഷ്ടമില്ല. ഇതെങ്ങനെ ആൾക്കാർ കഴിക്കും? ഭയങ്കര റേറ്റിംഗ് ഉണ്ട്. അത് ഈ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾക്ക് രുചി ഉണ്ടാവില്ലെന്നാവോ? അതുകൊണ്ടായിരിക്കും. അല്ല എന്നാലും നമ്മള് സ്നാക്സ് ചിലപ്പോ ഇങ്ങനെ കടിക്കുമ്പോ ഒരു ഫീല് വരുമായിരിക്കും. ജിമ്മിൽ പോയിട്ട് അതിന് കറുമുറ സാധനം തിന്നണ ഒരു ഫീല്. ചിലപ്പോ നമുക്കിങ്ങനെ വെറുതെ എന്തെങ്കിലും കഴിക്കണം തോന്നില്ലേ? ഇത് കഴിച്ചാൽ വായിക്ക് രുചി കിട്ടാനല്ലേ. പൊതുവേ വിശപ്പിന് കഴിക്കുന്നതിനേക്കാൾ ഈ സ്നാക്സ് കൂടുതൽ കഴിക്കുന്ന നമ്മളൊരു ഇതല്ലേ. പിന്നെ എനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാൻ നെഗറ്റീവാണ് പറഞ്ഞേക്കാം. എനിക്കൊരു കുറച്ച് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ലാസ്റ്റ് വായന രുചിപ്പാൻ നമുക്ക് ലിറ്റിൽ ഹാർട്സ് കഴിച്ചു തീർക്കാം. ഇങ്ങനെയൊന്നും നേരത്തെ കഴിക്കുമായിരുന്നു, പക്ഷെ പിന്നെ അങ്ങോട്ട് ഒരു അൺഹെൽത്തി ആന്നുള്ള ഫീൽ വന്നാൽ ഒരു പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ലേസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. യൂണിബിക്കിന്റെ അല്ലാത്ത നമ്മൾ അങ്ങനത്തെ സെഷൻസ് നോക്കാറില്ല. ഉണ്ടാവും, ഞാൻ നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നമ്മള് സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് ആണ് എന്റെ റിലാക്സേഷൻ മെത്തേഡ്. ഞാൻ അങ്ങനെ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ നടന്ന് ഞാൻ ഇങ്ങനെ നോക്കും ഓരോന്ന്. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിഷയം വേണ്ട വണ്ണം വയ്ക്കും. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് ഇതിന്റെ പാക്കേജിങ്. നമ്മൾ ഇതിന്റെ ഒന്നും പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഈ സാധനത്തിന് 160 രൂപ. ഈ പൊട്ട സാധനത്തിന്. പിന്നെ ഹെൽത്തി സാധനത്തിന് വില കൂടുതലാണ്. ഇത് നല്ലതാട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിറ്റിൽ ഹാർട്സിന് 30 രൂപ. ഇതിന് 165 രൂപ. ഒരു ഈ പീസിന് 11 രൂപ. ഇത് ഒരു പീസായിട്ട് വിൽക്കും. യൂണിറ്റ് സെയിൽ പ്രൈസ് 11. അല്ല അത് അങ്ങനെ ഇപ്പൊ മെൻഷൻ ചെയ്യുമല്ലോ. ആണോ? ലിറ്റിൽ ഹാർട്സിന് 10 രൂപ. 30 രൂപ. 10 രൂപയ്ക്കൊന്നും ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് 40 രൂപ. ഇതിന് ലേസിനൊക്കെ നല്ല വിലയല്ലേ? ലേസിനൊക്കെ 40 രൂപ. 5 രൂപയൊക്കെയല്ലേ ഉള്ളൂ. ബലൂൺ പോലെ വീർപ്പിച്ച് വെച്ചാൽ നേരത്തെ 2 പീസേ ഉണ്ടാവുള്ളൂ. നോക്കാം. മണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മണം. മറ്റേ ഇങ്ങനെ ബട്ടർ മറ്റേ അങ്ങനത്തെ അതെനിക്ക് ഇഷ്ടമുള്ള. വ്യത്യാസം ഉണ്ടല്ലേ? നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അല്ല ഇതാണൊക്കെ ലേസിനും ഇല്ല ഒരു സാധനം. അല്ല ഇത് പക്ഷെ കുറച്ചുകൂടി കട്ടിയില്ലേ? കാണുമ്പോ ഒരു ഹെൽത്തി, ഒരു കട്ടി, ഒരു നമ്മുടെ കപ്പോർത്തതിന്റെ ഒക്കെ പോലത്തെ ഒരു വട്ടം അല്ലേ? കപ്പോർത്ത വട്ടമല്ലേ? കപ്പോർത്ത വട്ടമാണ് നീണ്ടല്ലേ? അത് വട്ടത്തിലായിട്ട് മറ്റേ ഇതായി പോകുന്നേ ഉള്ളൂ. ഇത് ഇച്ചിരി കൂടി കട്ടി. ഇത് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നിയതാ, നമ്മള് മറ്റേ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോഴേക്കും ഈ വറുത്ത് തിന്നണ ചക്ര പോലെ ഉണ്ട്. ഇതിന് മേളിൽ മറ്റേ മറ്റേ ലേസ്, പച്ച ലേസ് അതേപോലെ സാധനം ഇട്ടിട്ടുണ്ട്. എനിക്ക് പച്ച ലേസ് ഭയങ്കര ഇഷ്ടം. കഴിക്കാം. എനിക്ക് ബ്ലൂ ആയിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാനിപ്പോ റീസെന്റ് പച്ചയല്ല കഴിക്കാം. അത് ഇവര് പച്ച മേടിക്കാൻ ഞാൻ കഴിക്കില്ല. അങ്ങനെ കാര്യമായിട്ട് കഴിക്കല്ലോ. 1-2 പീസ് കഴിച്ചാലേ ലേസിന്റെ അത്ര എത്തൂല. ഇത്തിരി കട്ടിയുണ്ടല്ലേ ഇതിന്? കഴിച്ചപ്പോ എനിക്ക് അത്ര ഇഷ്ടമായില്ല. കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ഈ സാധനം കഴിച്ചോടും കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നും. ഞാൻ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടാവോ? കണ്ടില്ല. മണിക്കുട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും അത്ര അറിയില്ല. ഇത് രുചി എന്താണെന്ന് അറിയില്ല. ഇനി അടുത്ത നമ്മള്
ഈ സാധനം ഉണ്ടാ നോക്കണത്. ഇതിനൊക്കെ നല്ല റിവ്യൂ ഉണ്ട്. ഇത് ഹെൽത്തി ആവല്ലേ ഈശ്വരാ. 48% പ്രോട്ടീൻ. അപ്പൊ പിന്നെ എന്തായാലും ഗ്ലൂട്ടൻ ഫ്രീ, മോർ പ്രോട്ടീൻ ദാൻ എഗ്. ഇത് ജിമ്മന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റം കണ്ടാ 4x. അതുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര റേറ്റിംഗ് അതില്. അങ്ങനെയുള്ള തോന്നുന്നു. ഇതിന്റെ റേറ്റ് എത്രയാ? നല്ല വില ഉണ്ടാവുമായിരിക്കും. ഇതിന്റെ വില കേവലം 250 രൂപ മാത്രം. 250. ഇത് 300 ഗ്രാം ആണ്. ഇതിന് 250 രൂപ എനിക്കറിയാൻ പറ്റില്ല. സോയാ റോസ്റ്റഡ് സോയ സ്നാക്സ്, റെഡി ടു ഈറ്റ് റോസ്റ്റഡ് സോയ സ്നാക്സ്. എനിക്ക് സോയ ഇഷ്ടമല്ല. പാക്കേജിംഗ് നോക്ക്. മാറി ഇങ്ങോട്ടൊക്കെ വരണ്ട. അത്രയും തുറന്നാൽ മതി. നമുക്ക് എന്നിട്ട് അടച്ചു വെച്ചിട്ട് അർക്കിൽ കൊടുക്കാമല്ലോ. അതിങ്ങനെ തട്ടിയിടാം. ആണോ? കാണാൻ പറ്റുമോ? ഇതിന്റെ മണം ലേസിന്റെ പോലത്തെ മണല്ലേ? ഏതൊരു ലേസിന് എനിക്കൊരു ഇഷ്ടമല്ലാത്ത ഒരു മസാല ലേസിന്റെ മണല്ലേ? ഇത് മസാലയാണല്ലോ അല്ലേ? ചോദിക്കാലോ. സ്നാക്സ് എന്ന് വെച്ചാൽ എല്ലാം ലേസ് ആണല്ലേ? എന്റെ പൊന്നെ പല്ല് പോടി. ഞാൻ നല്ല കട്ടിയുള്ള അത്ര കട്ടിയൊന്നുമില്ല. പിന്നെ ഇഷ്ടമായില്ല. ഈ അഞ്ഞക്കുട്ടി ടേസ്റ്റ് എന്റെ ടേസ്റ്റും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. കഴിച്ചു വന്നപ്പോ ഒരു ചെറുത് ഇഷ്ടമായിട്ടുണ്ട് അല്ലേ? മൺകുട്ടിക്കും കൊടുക്കാം. ടേസ്റ്റ് ആയിട്ട് പറയട്ടെ. ഓക്കെ, അപ്പം വൺ ടൈം ഒക്കെ ട്രൈ ചെയ്യാം. കഴിച്ചു വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ല. കഴിച്ചു വന്നപ്പം കുഴപ്പമില്ല, ഭയങ്കര അടിപൊളിയൊന്നുമില്ല. മാഗിയുടെ ഒക്കെ ഒരു മസാല പോലെ അല്ലേ? അങ്ങനത്തെ എന്താ മസാല കിട്ടും? ഇതിനൊന്നും റിട്ടേൺ ഒന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് റിട്ടേൺ കൊടുക്കണത്. ഇനി നമുക്ക് ലേശം മധുരമായാലോ? ബ്രിട്ടാനിയ ബിസ്കഫേ അവതരിപ്പിക്കുന്നു. ബ്രിട്ടാനിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജയ് ഹനുമാൻ എനിക്ക് ഓർമ്മയാണ്. ബ്രിട്ടാനിയ അവതരിപ്പിക്കുന്നു ജയ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദൂരദർശനിൽ പണ്ട് ജയ് ഹനുമാൻ ഉണ്ടാകും. രാത്രി 9:30 എൻ്റെ ഓർമ്മ, എൻ്റെയൊക്കെ കുഞ്ഞിലെ സമയത്ത്. അപ്പൊ അവിടെ ബ്രിട്ടാനിയ ഓൾഡ് പഴയ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബ്രിട്ടാനിയ ആലോചിക്കുമ്പോൾ അതാണ് എനിക്ക് വരുന്ന ഓർമ്മ. പിന്നെ ആലോചിക്കുന്ന ക്രിക്കറ്റിൽ ബ്രിട്ടാനിയയുടെ ബാറ്റ് ഉപയോഗിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടാവും. ബ്രിട്ടാനിയയുടെ ഒരു ഓർമ്മയില്ല കേട്ടോ. ബ്രിട്ടാനിയയുടെ മെയിൻ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ബ്രിട്ടാനിയ അവതരിപ്പിക്കുന്നു. കാർട്ടൂൺ ഓർക്കുമ്പോൾ എന്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് അതെ അതെ, ഞാനൊന്നും ഉള്ളപ്പോഴല്ല, എന്നെക്കാൾ ഓൾഡ് ജനറേഷൻ. ചുമ്മാ അതിന് ശേഷമുള്ള വണ്ടി അതല്ല. ഇത് സെയിലർമാൻ ഇങ്ങനെ സ്പിനച്ച് ഇങ്ങനെ അന്നത്തെ കണ്ട വിചാരം എന്താ അറിയോ? ചീര കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ശക്തി കിട്ടുന്നു. അതിനകത്ത് ചീരയുള്ളൂ. ഈ സ്പിനച്ച് എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ കുറെ അന്വേഷിച്ചപ്പോഴാണ് ചീര എന്ന് മനസ്സിലായത്. പിന്നെ എന്നിട്ട് ചീര ഞാൻ മേടിച്ചുകൊണ്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടിട്ട് കഴിച്ചു. അപ്പോഴാണ് മനസ്സിലായി ഇതിന് ഒരു ടേസ്റ്റും ഇല്ലെന്ന്. ചീരക്ക് അത്ര ടേസ്റ്റ് ഇല്ലല്ലോ. ചീര നന്നായിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. ചീര വെരി ഗുഡ് ഫോർ ഹെൽത്ത്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ മായക്കണ്ണം കാണുമായിരുന്നു. ക്ലാസ് വിട്ട് വരാൻ ഞാൻ വെയിറ്റ് ചെയ്തു. കാട്ടിലെ കണ്ണല്ലോ മായക്കണ്ണ്. ഇവരുടെ സമയമൊക്കെ വേറെ. ഇത് ഞാൻ ഒത്തിരി ചെറുതായപ്പോഴല്ല, അല്ലാത്ത എനിക്ക് 8ലും 9ലും 10ലും കണ്ടും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മായക്കണ്ണം കാണാൻ. ഞങ്ങളുടെ സമയത്ത് ശക്തിമാൻ, കാട്ടിലെ കണ്ണനൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ ഞങ്ങളെ. തീരെ ചെറുതില്ലാന്ന് എനിക്ക്. പിന്നെ ഒരു ഹീമാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്യാപ്റ്റൻ വ്യോമ, അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ. ഞങ്ങളുടെ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറെ. ശക്തിമാൻ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ജയ ഹനുമാൻ, ഓം നമ ശിവായ, ലില്ലി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഇത് ലിറ്റിൽ ഹാർട്സ് കഴിച്ചപ്പോഴാണ് നെസ്റ്റു വന്നത്. അപ്പോൾ നമ്മൾ ബ്രിട്ടാനിയ അത് പറഞ്ഞു വന്നപ്പോഴാണ് അമ്മ വരെ പോയത്. ബ്രിട്ടാനിയയുടെ ബിസ്കഫേ അല്ലേ? ബിസ്കഫേ ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം. ഇത് കാണുന്നുണ്ടോ? ഇത് റേറ്റിംഗ് ഉണ്ടായിരുന്നത് ഞാൻ നോക്കിയിട്ട് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മുഖം കണ്ടത് ഫോക്കസ് ചെയ്യില്ല ക്യാമറ. ഇതിനെ ഫോക്കസ് ചെയ്യണേ മുഖം മറിക്കണം. കോഫി ഫ്ലേവറാ, ഞാൻ മാറാം. ബിസ്കഫേ റിഫ്രഷിംഗ് സൂപ്പർ തിൻ കോഫി ക്രാക്കർ എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഇതാണ് ബിസ്കറ്റ് 50-50 അല്ലല്ലേ? 50-50 അല്ലേ? 50-50 അത് ക്രാക്ക് ആൻഡ് ജാക്കാ 50-50. പക്ഷെ അതിന് മധുരമല്ലല്ലോ. ഉദ്ദേശിച്ചത് മൊണാക്കോ ആണ്. മൊണാക്കോ അത് പക്ഷെ അധികം ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് മൊണാക്കോ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. മൊണാക്കോടെ ചെറിയതില്ലേ, അത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ച ഇപ്രാവശ്യം. പിന്നെ എനിക്ക് ഓൾറെഡി എന്റെ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ വീണ്ടും അഡിക്റ്റഡ് ആയിരുന്നു. ഓൺലൈനിൽ പൈസ ഉണ്ട്.
ബൈറ്റ്സ് മറ്റേ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബൈറ്റ്സ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. കടയിൽ അവര് നിർത്തലാക്കിയത്. എനിക്ക് എന്തിനാ നിർത്തിയത്? എന്തോരം ഫാൻസ് ഉണ്ടായിരുന്നു ബൈറ്റ്സിന്. ലിറ്റിൽ ഹാർട്സും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ 10th പഠിക്കുമ്പോൾ ടൂർ പോയപ്പോൾ എനിക്ക് തോന്നി ഈ ബൈറ്റ്സ് കൊണ്ടുവന്ന് ഓർമ്മയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ നിറയെ പാക്കറ്റ് തരാം. എനിക്കൊന്ന് കടയിൽ നിന്ന് ഇങ്ങനെ ഞാൻ അങ്ങനെ മേടിക്കുമായിരുന്നു. ഒറ്റയടിപ്പിന് ഇരുന്നിട്ട് ഞാൻ മൊത്തം മേടിക്കുമായിരുന്നു. അല്ല, ഞാൻ മേടിക്കല്ല ചെയ്യാ. ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നിട്ടില്ലേ, അച്ഛമ്മയുടെ കടയിൽ ബൈറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആരും അറിയാതെ വെല്ലുമിച്ച് അവിടെ ചായ കളിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ നൈസായിട്ട് പോകും, ഓരോ കൂടും പറിച്ചോണ്ട് ഓടും. അച്ഛമ്മ നഷ്ടത്തിൽ അവസാനം കട നിർത്തുകയായിരുന്നു. ഇങ്ങനത്തെ പാക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല. ഇത് പിന്നെ തിരിച്ച് മടക്കി വെക്കാൻ ഭയങ്കര പാടാണ്. ഇത് ഭയങ്കര തിന്നേട്ടോ. തിന്നെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും തിന്നിരിക്കും ഞാൻ വിചാരിച്ചില്ല. പകുതി എടുത്താൽ മതി. ഇത് ഒടിഞ്ഞു വേണ്ട. ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിലാണ്. ടോഫി മിഠായിയുടെ വേണം. ടോഫി മിഠായി വേണം. എനിക്കിങ്ങനെ കോഫിയുടെ ഫ്ലേവറുകളൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല കോഫി ഫ്ലേവർ. എനിക്ക് പൊതുവെ കോഫി ഫ്ലേവർ ഇഷ്ടമല്ല. കോഫി വെച്ചാൽ എനിക്ക് തലവേദന എടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ള അല്ലേ ടേസ്റ്റ് ശരിക്കും കോപ്പിക്കാനോ അങ്ങനെ എന്തൊരു സാധനല്ലേ ഇഷ്ടമില്ല. ഇന്ന് രാത്രി ഇപ്പൊ ഞങ്ങൾ വൈകിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ രാത്രി ഫുഡൊന്നും വേണ്ട, ഫുള്ള് കഴിച്ച്. എന്തോരം സാധനമാണ് ഞാൻ മേടിച്ചിരിക്കണേ. ഇനി അടുത്തത് ഇത് ഞാൻ സീരിയസ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ആട്ടോ. ഇത് സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ മേടിച്ചത്. ഇതിനെ എനിക്ക് കഴിക്കാന്ന് വിചാരിച്ച് മേടിച്ചാൽ. ഇത് ഞാനിവിടെ അടുത്തുള്ള ഞാനിങ്ങനെ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ സുപ്രീം ബേക്കേഴ്സ് അല്ലേ, സുപ്രീം ബേക്കേഴ്സിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കടയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആ കടയിൽ എന്തൊരു വെറൈറ്റി ഓഫ് സാധനങ്ങളാണെന്നോ. അവിടെ കൊല്ലത്ത് ഉള്ള സുപ്രീം ബേക്കേഴ്സ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ പോയിട്ടില്ല. കൊല്ലത്ത് നമ്മൾ പോയിട്ടുണ്ട്. അകത്ത് കയറിയിട്ടില്ല. റോഡ് സൈഡ് സുപ്രീം ബേക്കേഴ്സ്. മറ്റേ ആശ്രാമത്തൊക്കെ ഉള്ളത്. അവര് പൊതുവെ എല്ലാത്തിലും നെയ്യൊക്കെ ചേർക്കും. ലഡുവും ജിലേബിയൊക്കെ നെയ്യ്. പക്ഷെ എനിക്ക് വെറൈറ്റിയുടെ വെറൈറ്റിയാണ്. അവിടെ നിന്ന് ഞാൻ ഈ സാധനം കണ്ടത്. മക്കാന ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടോ? പ്ലെയിൻ ഓണിയൻ മക്കാന. ഇത് നല്ലതായിരിക്കും തോന്നുന്നത്. കാരണം ഞാൻ അവരുടെ അടുത്തൊന്നും മേടിച്ചത് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇതിനെ മറ്റേ ഇങ്ങനത്തെ പാക്കറ്റാ. അതുകൊണ്ട് ഞാൻ മേടിച്ചത് നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ഇത് ഏത് ബ്രാൻഡാണ്? ഇത് ബ്രാൻഡ് നെയിമും ഫാമിലി എന്നാണ് എന്റെ പേര്. 6% പ്ലാന്റ് പ്രോട്ടീൻ, കൊളസ്ട്രോൾ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ. അതെന്താ ഇപ്പൊ സ്നാക്സിൽ അങ്ങനെ ഇറക്കുന്നതാണോ സെലക്ട് ചെയ്ത് മേടിച്ചാണോ? അല്ല, എനിക്ക് അറിഞ്ഞൂടെ. റേറ്റിംഗ് ഉണ്ടായിരുന്നത് ഇതിനൊക്കെയാ. ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള സ്നാക്സ്. അതിപ്പോ എല്ലാരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ? ഈ മക്കാന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഇല്ല. മക്കാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോട്ടസിന്റെ സീഡ്, ലോട്ടസ് ഫ്ലവർ സീഡ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഗിൽറ്റ് ഫ്രീ സ്നാക്കിംഗ്, കഴിക്കാവുന്ന സ്നാക്സ് ആണ് കേട്ടോ. ആടാ, മക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസ് സീഡ്. ലോട്ടസ് സീഡ് എനിക്ക് റോസ്റ്റഡ് ഇൻ ഒലിവ് ഓയിൽ. മൊത്തത്തിൽ ഹെൽത്തിയാണ്. നമുക്കിത് പൊട്ടിക്കാതെ കുറെ ആയിട്ട് ഇത് പൊട്ടിക്കാണേ. വെയിറ്റ് ഇല്ലേ? ഇല്ല, അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ശരിക്കും സീഡ് പോലെ. മറ്റേ പറഞ്ഞ പോലെ മറ്റേ താമര ലോട്ടസിൽ നടക്കുന്നല്ലേ. ലോട്ടസിന് അറിയാം എങ്ങനെ സാധനം അതിനകത്തുള്ളത്. ദൈവത്തിനറിയാം. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കിഷ്ടം. പക്ഷെ ഇവിടുന്ന് ഈ കട ഞാൻ പറഞ്ഞ കടയിൽ നിന്ന് കുറച്ചുകൂടി നല്ലത്. തുടങ്ങിയപ്പം ഒരു പോപ്കോൺ ചവയ്ക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയ. ലാസ്റ്റ് എന്തിലൊരു വേറെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുള്ളേ. ഇത് ഞാൻ റെക്കമെൻഡ് ആണോ? ഇതിന്റെ എല്ലാം മസാല ഈ ലേസിന്റെ ഒക്കെ പല ഫ്ലേവർ പോലെ. അല്ല, അതിപ്പോ ഞാൻ സെലക്ട് ചെയ്ത ഒണിയൻ ആയതുകൊണ്ടാണ്. ഒണിയൻ ആൻഡ് ക്രീമാ. പണ്ട് എനിക്ക് എന്റെ സ്ഥിരം ശീലം ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ ചായയിൽ ഇങ്ങനെ മുക്കി നമ്മൾ കഴിക്കുമല്ലോ. എന്നിട്ട് അതിനകത്ത് അടർന്നൊക്കെ വീഴുമല്ലോ. പിന്നെ അത് തപ്പി കണ്ടുപിടിക്കാൻ അല്ലേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള നെക്സ്റ്റ് അല്ലേ. ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഓറിയോ ആയിരുന്നു. ഓറിയോ കഴിക്കണം. എനിക്ക് ഇഷ്ടമില്ലാത്ത പക്ഷേ ഓറിയോ ഉണ്ടല്ലോ, ഓറിയോ ചായ മുക്കി കഴിക്കുക. ഓറിയോ അടിപൊളിയാ. അരോട്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്തോ. പിന്നെ മറ്റേ എനിക്ക് കുറെ ആ കണ്ണുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. വെള്ള അത് കുറെ മുന്നേ ഉള്ള. വിളിക്കണം എന്താന്ന് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് അമ്മ കഴിഞ്ഞ ദിവസം ചോദിച്ചു. അത് ഈ അന്നക്കുട്ടി അങ്ങനെ സംസാരിക്കുക. അതുകൊണ്ടിട്ടാ അല്ലേ? എന്തായാലും പറഞ്ഞ എന്റെ വില കൊണ്ടങ്ങനെ. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ചേട്ടാ. ഞാൻ ചേട്ടാ
ഏറ്റവും രസം എന്ന് പറയും ചേട്ടാന്നൊക്കെ വിളിക്കാൻ പറയും. എന്നിട്ട് ആരെങ്കിലും ഉള്ളപ്പോ ഞാൻ ചേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചേട്ടന്മാരും തിരിഞ്ഞു നോക്കിയാലും ഈ ചേട്ടൻ തിരിഞ്ഞു നോക്കൂല. എന്നാന്ന് എനിക്ക് മനസ്സിലാവണ്ടേ, വിളിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അന്നുകുട്ടി ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ. അല്ല ആണോ? എന്നാലേ ഞാൻ ചേട്ടാന്ന് വിളിക്കില്ല, കണക്കായി പോയി. വേണ്ട, വിളിക്കണ്ട. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള വലിയൊരു സാധനം ഇരിക്കുന്നു. അത് വാക്യൂം ബാഗാണ്. ഇത് നോട്ടം ഇട്ടിരിക്കണായിരുന്നു. ഒരുപാട് എന്തായാലും ഐറ്റം കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒറ്റപ്പെട്ടില്ല ഒന്ന്. അല്ല, ഇത് ഞാൻ സ്ഥലമില്ലാത്തോണ്ട് ഇതിലിട്ട് വെച്ചത്. ഇതെന്താ അറിയോ, ഇത് നമ്മളിങ്ങനെ ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴേക്കും ഒരു സർപ്രൈസ് ട്രിപ്പ് ഈസ് കമ്മിങ് ഗൈസ്. ആരോട് പറയണ്ട, ആരും പോവാത്ത വെറൈറ്റി സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ വിചാരിച്ചെന്നാ നമുക്ക് വാക്കുമൊക്കെ വെച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഒത്തിരി സ്ഥലം ലാഭിക്കാന്നാണ് ഇങ്ങനെ കേട്ടത്. ഇത് ഈ ബിങ്കോഷ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടത് ഞാൻ മേടിക്കാൻ കാര്യം. ചില്ലി ആൻഡ് ലെമൺ ഫ്ലേവറിലുള്ളത്. ഇതിന്റെ പുറകെ ഡിപ്പൊക്കെ ഉണ്ട്. ടൊമാറ്റോ കെച്ചപ്പോ നോക്കട്ടെ, വില എത്രന്ന് പറഞ്ഞില്ല. 50 രൂപ. വില പറഞ്ഞു. നാച്ചോസ് ഫ്ലേവർ. എടാ, ഈ നാച്ചോസ് എന്ന് പറഞ്ഞ എന്തുവാ? എല്ലായിടത്തും ഇപ്പൊ കാണാലോ ഈ നാച്ചോസ് എന്തുവാ സംഭവം? ITCയുടെ ആണല്ലോ ഇത്. ചില്ലി സോസ് ആണോ അല്ലേ? എന്തോ അച്ചാറിന്റെ മണമില്ലേ? ചില്ലി ലെമൺ. ഇതിങ്ങനെ മുക്കിയാണ് കഴിക്കുക. അങ്ങനെയാണ് പറഞ്ഞത്. തുറക്ക്, ഇതല്ലാതെ കഴിച്ചു നോക്കി. നാച്ചോസ് എന്താണെന്ന് എനിക്ക് നാച്ചോസ് നോക്കട്ടെ. ഇതാണ് നാച്ചോസ്. ഈ ഷേപ്പ് ഉള്ളതിനെയാണോ ഇനി നാച്ചോസ് എന്ന് പറയാ? നമ്മളെ ഈ മറ്റേ എന്താ പറയാ, വേറെ സാധനം ടാക്കോസ്, അങ്ങനെ ഒരു സാധനമില്ലേ? ടാക്കോസ് ആണോ ഞാൻ പറഞ്ഞത്? എല്ലാരും പറയണത് KFC എവിടെയൊക്കെ മറ്റേ പുതിയ ടാക്കോസ്, അത് ഷവർമ പോലെ ചുറ്റി വെച്ചേക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സാധനം ഈ KFC ചിക്കനിൽ എഴുതി വെച്ചേക്കുന്നതാണല്ലോ. അച്ചാറിന്റെ മണം. ഓക്കെ, നമ്മുടെ ഫൈനൽ ഐറ്റം ആണ്. അങ്ങനെ നമ്മുടെ ചലഞ്ച് അല്ല, നമ്മളുടെ സ്നാക്സ് ഈറ്റിംഗ് മത്സരമാണോ? എനിക്ക് കിട്ടിയ ഷേപ്പ് ഇല്ല, എന്തായാലും ഇത് കഴിച്ചേക്കാം. കഴിക്കാം. അത് ഡിപ്പ്. ആദ്യം നമുക്ക് വെറുതെ കഴിക്കാം, എന്നിട്ട് ഡിപ്പ് ഇട്ട് കഴിക്കാം. ഓക്കെ. എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ബാത്റൂം ക്ലീനറൊക്കെ ഓർമ്മ വരുന്നു. ലെമണുള്ള ബാത്റൂം ക്ലീനറിന്റെ പോലെ അല്ല, അതിന്റെ മണം ചില നമുക്ക് മണം വരുമ്പോൾ അതിന്റെ രുചി അറിയില്ലേ. ഇതിനെ എനിക്ക് ശരിക്കും പാത്രം കഴുകണത് എനിക്ക് വേണം, അതൊക്കെ ലെമൺ ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു മണം. അങ്ങനത്തെ ഒരു ഫ്ലേവർ, ഒരു മസാല അല്ലേ ഇച്ചിരി. എന്നോട് എല്ലാരും പറയാറുള്ളത് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ ശരിയല്ലെന്ന്. എന്റെ പക്ഷെ എന്താ ചെയ്യാ ഗൈസ്, ജന്മനാ അങ്ങനെ ആയിപ്പോയി. ഇച്ചിരി എക്സ്പ്രഷൻ കൂടുതലായി പോയി. ചിലപ്പോ എനിക്ക് ഞാൻ പണ്ട് ഡാൻസ് അല്ല, ഡാൻസ് കളിക്കുന്നവർക്ക് പൊതുവെ ഇച്ചിരി എക്സ്പ്രഷനും കയ്യിന്റെ ഇതൊക്കെ ഇടല കൂടുതലാ. എനിക്കത് പണ്ട് ഭയങ്കര കൂടുതലായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഞാൻ 3 വയസ്സുള്ളപ്പോ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തയാ. അതാണ് ഞാൻ വിചാരിക്കും അങ്ങനെ പറയുമ്പോ ആൾക്കാർ എന്താ കളിയാക്കണേന്ന്. പക്ഷെ അങ്ങനെ ചേർക്കണവരുണ്ട്. അത്ര ചെറുപ്പത്തിലെ ഇതെന്നോട് അച്ഛനും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കേട്ടോ, ഓർമ്മയുള്ളതല്ല, പറഞ്ഞു കേട്ടിട്ടുള്ള. കഴിഞ്ഞ കഴിച്ച് ഇത് മുക്കി കഴിച്ചാ കൊള്ളാവോ? ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി ആ മസാലയുടെ രുചി കാരണം ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് അറിയണില്ല. മസാലയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഒരു ഫൺ ലിറ്റിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കണു. ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമാണോ എന്നുള്ളത് കൂടി പറയാട്ടോ. കണ്ടു വിജയിപ്പിക്കുക, എങ്കിലും നമുക്ക് ഇനി അതിനുള്ള വിജയിപ്പിച്ചിട്ടും കാണില്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ, ചേട്ടാ വരൂ. അയ്യോ ചേട്ടാ പോകല്ലേ, അതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നീട് ഏതെങ്കിലും ചലഞ്ചസോ നമ്മൾ Q&A ഒക്കെ ആയിട്ട് വീണ്ടും ബൈ.